ജാതി ഒരു വിഷയം അല്ല ആത്മീയതയിൽ. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ മഹാത്മാക്കളും താമജാതിക്കാരാണ്. കബീർദാസ് തുന്നൽക്കാരനാണ്, ചെരുപ്പൂത്തിയാണ്. നാംദേവ് കബീർദാസ് എന്താ പറയുക തയ്യൽക്കാരനാണ്. നാംദേവ് ചെരുപ്പൂത്തിയാണ്. രുക്മാ വൈകിണ്ട് അതും തമിഴ് എല്ലാവരും ഒരു. പക്ഷെ അവരൊക്കെ ഏറ്റവും നല്ല ഭക്തകളാണ്. അപ്പം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ജാതിയും മതവും ഈശ്വരനോട് ബന്ധപ്പെട്ടതല്ല. ഈശ്വരത്തൊന്നുമില്ല. ഇതാര് സൃഷ്ടിച്ചതാ? അത് ഇതൊക്കെ മനുഷ്യരുടെ മാത്രമേ ഉള്ളൂ, മറ്റ് മൃഗങ്ങളുടെ ഉണ്ടോ അങ്ങനെയുള്ളത്? അതുകൊണ്ടാണ് ഇവിടെ ഇത് പറയാൻ കാരണം. പിന്നെ പറഞ്ഞു എപ്പോഴാണ് ഭയം ഉണ്ടാവുന്നത്? രണ്ട് എന്ന് തോന്നുമ്പോൾ. രണ്ടില്ലെങ്കിൽ ഭയമില്ല, അല്ലേ? അതാണ് ഒന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഒന്നില്ലെങ്കിൽ ഒന്നുമില്ല. എല്ലാം തുടങ്ങുന്നത് എവിടുന്നാണ്? ഇപ്പം എണ്ണം തുടങ്ങുന്നത് എവിടുന്നാണ്? ഒന്നില്ലാണ്ട് രണ്ടുണ്ടാകുമോ? ഒന്നില്ലെങ്കിൽ മൂന്നുണ്ടാകുമോ? ഒന്നില്ലെങ്കിൽ നാലുണ്ടാകുമോ? അപ്പോൾ ഒന്നാണ് തുടക്കം. എത്ര പൂജ്യമിട്ടാലും അതിനിപ്പുറത്തെ ഒന്നിട്ടാലേ ആ പൂജ്യത്തിന് പോലും വില ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ ഒന്നായിട്ട് ആ ഒന്നിനെ വീതിൽ നാമദ്വിതീയ ഭവതി നനു മനക്കൽപ്പിതം ചദ്വിതീയം തേന ഐക്യാഭ്യാസശീലോ ഹൃദയമിക യഥാശക്തി ബുദ്ധ്യാനിരന്ധ്യാം മായാവിധ്യേതസ്മിൻ വനവിന ഗതാം ഭാതി ഭായാജിനാഥം തന്തോം ഭക്ത്യാമഹത്യാസോദം അനുജന്യവ ഭീതിയും വിജയിക്കുക. അപ്പോൾ ക്രമത്തിൽ എല്ലാം ഒന്നിൻ്റെ തന്നെ ഭാവം വ്യത്യസ്തങ്ങളായ വസ്തുക്കളാണെന്ന് വിചാരിച്ചുകൊണ്ടുള്ള ജീവിതം ഉണ്ടാവണം. എല്ലാ ജീവാത്മാക്കളാണ്. അവരുടെ കർമ്മവാസനയ്ക്കും അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരും ജന്മെടുക്കും. എങ്ങനെയുള്ളതായ സമത്വം യോഗ ഉച്ചതി എന്നല്ല ഇവിടെ പറയുന്നത്. ഇവിടെ അങ്ങനെ വന്നാൽ ഭയം ഉണ്ടാവില്ല. നമുക്ക് അപരിചിതനായിട്ടുള്ള കൂടെ ഉണ്ടെങ്കിലേ പേടിയുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളെ പേടിയിട്ടോ? എനിക്ക് എന്നെ പേടിയെന്ന് പറയാറില്ലല്ലോ. വേറൊരാൾ വരുമ്പോഴല്ലേ പേടിയുള്ളൂ. അതുകൊണ്ട് രണ്ടിലാണ്. അതാണ് അദ്വൈതം. ഒന്നായ അദ്വൈതമായി അവിടെ വരിക. പിന്നെ പറഞ്ഞത് എങ്ങനെ ഭക്തി ഉണ്ടാവുക? ഒറ്റ വഴിയുള്ളൂ. 3 കാര്യങ്ങളാണ് ഞാൻ സാധാരണ നിർദ്ദേശിക്കാറുള്ളത്. സച്ചിന്ത, സത്കർമ്മം, സത്സംഗം. ഈ 3 അനുഷ്ഠിക്കണം നമ്മൾ. സച്ചിന്ത, സത്കർമ്മം, സത്സംഗം. കാരണം പ്രവൃത്തി എന്ന് പറയുന്നത് യുവർ ആക്ഷൻ ഈസ് ദി റിസൾട്ട് ഓഫ് യുവർ തോട്ട്സ്, അല്ലേ? ചിന്തിക്കുന്നതിൻ്റെ മാനിഫെസ്റ്റേഷനാണ് നമ്മുടെ വർക്ക്. അപ്പം അതുകൊണ്ട് ഏതാദ്യം ശുദ്ധീകരിക്കേണ്ടത്? പ്രവൃത്തിയാണോ ചിന്തയാണോ? അതാണ്. ആ ചിന്ത നന്നായാൽ പ്രവൃത്തി നന്നാവും. അതിന് ഉദാഹരണം എന്താ? ഡോക്ടർ കത്തിയെടുക്കും, കൊലയാളിയും കത്തിയെടുക്കും. രണ്ടുപേരും കത്തിയുണ്ട്. പക്ഷേ ഡോക്ടർ കത്തിയെടുത്തത് എന്തിനാണ്? ജീവൻ കൊടുക്കാൻ. കൊലയാളി കത്തിയെടുത്തതോ? ജീവൻ എടുക്കാൻ. രണ്ടുപേരും കത്തിയെടുത്തു. അപ്പോൾ എന്താ? ഉദ്ദേശമാണ് പ്രധാനം, അല്ലാണ്ട് പ്രവൃത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻറ്റൻഷൻ ഷുഡ് ബി സിൻസിയർ. അങ്ങനെ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും തോൽക്കില്ല. കാരണം നമ്മുടെ ഈ സിൻസിയർ ഇൻറ്റൻഷൻ ആരറിയുന്നുണ്ട്? മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല ചിലപ്പോൾ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഭക്തിയിൽ ഉത്പത്തി വൃത്തി അവതാണ് ശിഷം സംഗമേന. നല്ല ഭക്തന്മാരുള്ള ചേർച്ച കൊണ്ടേ ഭക്തി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അതുകൊണ്ട് തത്സംഗോദേവ ഭൂയന്മഹൃതം. ആ ഭക്തന്മാരുടെ ഉള്ളിൽ നിന്ന് വരുന്നതായ ഭഗവത് കഥകൾ, ഭഗവത് കീർത്തനങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി എൻ്റെ പാപബുദ്ധി ഇല്ലാതാവണം. തൻ മാഹാത്മ്യപ്രകാരേ ഭവതി സുര ഭക്തി ഉദ്ധൂത പാപ. അപ്പോൾ പാപഭാവം ഇല്ലാതാക്കും. ഇനി ഏറ്റവും നല്ല മാർഗം ശ്രേയസ്, പ്രേയസ്. 2 മാർഗങ്ങളാണ് ഉള്ളത്. ശ്രേയോമാർഗം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉന്നതി, പ്രയോമാർഗം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഉന്നതി. സ്വത്ത് സമ്പാദിക്കുക, ആ സമൂഹത്തിൽ വലിയ പേരുണ്ടാക്കുക, ഇതൊക്കെ പ്രേയസ്സാണ്. ശ്രേയസ് എന്ന് പറഞ്ഞാൽ ആത്മീയമായ ഉയർച്ചയാണ്. അപ്പോൾ ശ്രേയോമാർഗേഷു ഭക്തവും എല്ലാ ഭക്തന്മാരും അധിക ബഹുമതി ജന്മകർമാണി ഭൂയോ ഗായൻ ക്ഷേമാണി നാമാനി അഭി തത് ഉഭയത പ്രദ്രുതം പ്രദ്രുതാത്മ. അതായത് ഈശ്വരഭക്തി സിദ്ധിച്ചുകൊണ്ടും ഈശ്വര കാരുണ്യത്തിൻ്റെ ഓർത്തുകൊണ്ടും സദാ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ജീവിതം ഒരു ഉല്ലാസമാക്കി മാറ്റിയെടുക്കുക. അതാണ് നമുക്ക് പറ്റാത്തത്. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സന്തോഷമാണോ സങ്കടമാണോ? സങ്കടമാണ്. പറയും ഈ തൂക്കക്കാരുടെ ശരി എന്ന് പറയും. തെക്കന്തിക്ക് പോയാൽ ഗരുഡൻ തൂക്കം, ഒറ്റത്തൂക്കം, ഇവിടെ ഒന്നും ഇല്ലാട്ടോ. അത്
നിങ്ങൾ ഇവിടെ അവിടെ പോയാൽ മതി. തെക്കനിക്ക് പോയാൽ അവിടുത്തെ ഉത്സവമാണ്. എന്താ ചെയ്യുന്നത്? തൂക്കച്ചാട്ടുന്ന സാധനമുണ്ട്. ഈ ആൾക്കാരുടെ പിൻഭാഗത്തെ തൊലി കൊളുത്തും. ഇങ്ങനെ ആ തൊലി കുറേ നാളത്തെയും എണ്ണയൊക്കെ ശരിയാക്കിയിട്ട് കൊളുത്തി പൊക്കുമല്ലേ. ആ തൊലിയും പൊക്കിയിട്ട് അതാണ് തൂക്കം എന്ന് പറയുന്നത്. ഗരുഡൻ തൂക്കം, ഒറ്റത്തൂക്കം, തെക്കൻ നിൽക്കുന്നവരൊക്കെ അറിയാവുന്നത്. ആ നേരത്ത് അയാൾ ചിരിക്കും, വേദനയുടെ ചിരി. ഇന്ന് പലരുടെ ശരിയുടെ പിൻഭാഗത്ത് എന്താ ഉള്ളത്? സന്തോഷമാണോ വേദനയാണോ? അതാണ്. വേദനയുടെ ചിരിയുണ്ട്, സന്തോഷത്തിന് ചിരിയുണ്ട്, രണ്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് ആ ചിരിക്ക് ഒരു വഴിയുള്ളൂ, ഭക്തിയോടുകൂടി സമർപ്പണത്തോടു കൂടി വന്നാലേ മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നാൽ ഒരു ഭക്തൻ, രാമകൃഷ്ണ പരമേശ്വർ, ചൈതന്യ പ്രഭു, ഹരിദാസ് സ്വാമികൾ, പീരാഭായി, ഇങ്ങനെ പറഞ്ഞ മഹാത്മാക്കൾ എന്ത് ചെയ്യും? ചിരിക്കും. തന്നെത്താൻ കുറേ ഭഗവാനെ ഓർത്തുകൊണ്ട് കരയും. ഇത്ര നന്നായിട്ട് ഭഗവാനെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഉറക്കെ അട്ടഹസിക്കും. ചിലപ്പോൾ അങ്ങനെ ഉന്മാദം പോലെ അവർ പെരുമാറിക്കൊണ്ടിരിക്കും ഒരു ഭക്തൻ. ആരെയും ശ്രദ്ധിക്കില്ല. ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ ഋഷികേശ്, ഹരിദ്വാർ ഇങ്ങനെ മഹാപുണ്യ പ്രദേശങ്ങളിൽ പോയാൽ ഇത്തരം ആൾക്കാരെ കാണാം. അവർക്ക് ലോകത്തിനെ പറ്റി ഒരു ചിന്തയില്ല. പൂർണ്ണമായിട്ടും അവിടെയാണ് അവർ നിൽക്കുന്നത്. അപ്പം അവരിങ്ങനെ പോകണ്ടാവും. നിങ്ങളതിനെ വിളിച്ചാലും വിരോധമില്ല, കൊടുത്താലും വിരോധമില്ല, കൊടുത്താലും വിരോധമില്ല. അതാണ് ഒരിക്കലേ കാശിയിൽ ഒരു സന്യാസി ഒരു കീറി ചാക്ക് വിരിച്ച് കിടക്കേണ്ടതാണ്. ആ ചാക്കിൻ്റെ കിടക്കുന്നുണ്ട്, പ്രാകൃതനെ പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓണ ആൾക്കാർ കണ്ടു ഇയാൾ കളിയാക്കി ഇതിനെ എന്തോ പറഞ്ഞിട്ട് ഇയാളൊന്നും പറഞ്ഞില്ല. ആ ചാക്കിന്നൊരു പൊടി എടുത്തു അയാൾ. എന്നിട്ട് കാശിയിലെ അമ്പലത്തിൻ്റെ ഒരു വാതിലുമേ ഈ പൊടി തേച്ചുകൊണ്ട് രജപാ വാതിൽ സ്വർണ്ണമായി. ആ സ്വർണ്ണവാതിൽ ബ്രിട്ടീഷുകാർക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഇയാളുടെ കയ്യിൽ ആ വിദ്യ അറിയാവുന്ന ആളാണ്. ഏത് ലോകത്തിനെയും സ്വർണ്ണമാക്കാൻ അറിയുന്ന ആളാണ് അദ്ദേഹം. എന്നിട്ടാണ് ചാക്കി കിടക്കണതേ. എന്താ കാരണം? നിറകുടം തൊടുമ്പില്ല. പാരസ്യവിദ്യ എന്ന് പറയുന്നത്. ആ വിദ്യയുടെ പേര് പാരസ്യവിദ്യ. ആ പാരസ്യവിദ്യ അറിയാവുന്നത് മഹാദേവനാണ്. ആ മഹാദേവനാണ് വിദ്യ രാവണന് പഠിപ്പിച്ചു കൊടുത്തത്. ആ രാവണൻ്റെ ആ വിദ്യ അറിയാവുന്നതുകൊണ്ട് ലങ്കാനഗരി സ്വർണ്ണനഗരിയായത്. ലങ്കയിൽ അത്ര സ്വർണ്ണകരികളൊന്നും ഇല്ല. ആ വ്യക്തിയെ പാരസ്യവിദ്യ എന്ന് പറയും. ഏത് ലോകത്തിനും സ്വർണ്ണമാക്കാം. അപ്പം അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ നമുക്കും ഒരു വിരക്താവസ്ഥ വരും. ആര് നമ്മളെ എന്താ പറയുക, അഭിനന്ദിച്ചാലും കൊള്ളാം, നന്ദി കാണിച്ചാലും കൊള്ളാം, ഐ ഡോണ്ട് കെയർ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരും കുറച്ച് കഴിഞ്ഞാൽ. അതുവരെയുള്ളൂ നമുക്ക് എല്ലാവരുടെയും അംഗീകാരം വേണം, അവരെ അഭിനന്ദിക്കണം, നന്ദി പറയണമെന്നൊക്കെ പറയണത് ആവശ്യമൊന്നുമില്ല. അതാണ് ഇൻറ്റൻഷൻ കറക്റ്റായാൽ മതി. അങ്ങനെയുള്ളതായ ഉന്മാദീവ പദത്തിൽ ഐകുല്യണം. അതുപോലെ ഉത്തമഭക്തിയുണ്ട്, മധ്യമഭക്തിയുണ്ട്, അധമഭക്തിയുണ്ട്. ഉത്തമഭക്തിയുടെ പ്രത്യേകത എന്താ? ഭൂതാനി ഏതാനി ഭൂതാത്മകം അഭി സകലം പക്ഷ്യമത്സ്യൻ മൃഗാദീൻ മത്യാൻ മിത്രാണി ശത്രുണമി അമിതമതി ത്വന്മയാനി ആനമാനി. സർവത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് എല്ലാത്തിനെയും തൊഴുതുകൊണ്ട് ജീവിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആ സന്യാസിമാരൊക്കെ തൊഴുതുകൊണ്ടാണ് നടക്കുക. കൈ വീശില്ല, അവർ ഇങ്ങനെ പോണ്ടാവും. എന്താ കാരണം? അവർ കാണുന്നത് മുഴുവൻ ഈശ്വരനെ ആയിരിക്കുന്നതുകൊണ്ട് തൊഴുതുകൊണ്ടാണ് പോകുക. ഉത്തമഭക്തിയിൽ എല്ലാത്തിലും ഈശ്വരനെ കാണുന്നതാണ് ഉത്തമഭക്തി. അതാണ് ഭക്ത്യാൻ മിത്രാണി ശത്രുണമി യമിതമതി ത്വന്മയാനി ആനമാനി ത്വത്സേവായ സിദ്ധൈൻ മമ തവ ഭക്തിദാത്യം വിരാഗ തത്വസ്യാനുബോധോ വിപുനപതി യത്നഭേദം വിനീവ. ആ ഭഗവാന്റെ ആ ശരിയായ ഭജനത്തിൽ കൂടി തന്നെ അവന് കാരുണ്യം കൊണ്ട് ഈ ഉറച്ച ഭക്തി വന്നു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ, ഇതൊക്കെ തത്വങ്ങളാണ് ശരിക്ക് വരും. പിന്നെ പറഞ്ഞത് എന്താണ്? ഒരു ശരിയായ ഭക്തന് നോ മുഖ്യൻ ക്ഷുത്രിടാദി ഭവസരണി സരണിഭവൈ ത്വന്നീനാശയത്വാൽ ചിന്താസാ തത്യശാലി നിമിഷലഗമി ത്വത്പദാതപ്രകമ്പ. ഭൗതികമായ ഒരു ആവശ്യങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക. അതിന് പറയും പെരുമ്പാമ്പിൻ്റെ പോലെ എന്ന് പറയും. പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വഴി കിടക്കുള്ളൂ. അത് വലുതും വായിൽ വീണാൽ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല. അതിനുവേണ്ടി ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുന്ന പ്രകൃതം പെരുമ്പാമ്പിന് ഉണ്ടാവില്ല. അത്രയും സ്വതവേ അതെവിടെയും കിടക്കും, വായു കുറച്ച് കിടക്കുന്നുണ്ടാവും. വീണാ വീണു, വീണില്ലേ വീണില്ല. അങ്ങനെയുള്ളതായ ഇതിലൊന്നും ക്ഷുത്ത്, ദാഹം, നിദ്ര ഇതിലൊന്നും മയങ്ങാതെ കണ്ട് പ്രപഞ്ചത്തെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ഇഷ്ടാനിഷ്ടേഷു തുട്ടി വ്യസനവിരഹിതം. നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതായ രണ്ട് കാര്യങ്ങളാണ് ഇഷ്ടാനിഷ്ടങ്ങൾ, അല്ലേ?
ഇഷ്ടമുള്ള വസ്തു, അനിഷ്ട വസ്തു. നമ്മുടെ ജീവിതത്തിൽ രണ്ട് കാര്യം നടക്കുന്നുള്ളൂ. ഒന്ന് ഇഷ്ടവസ്തു നേടാനുള്ള പ്രവൃത്തി, രണ്ടാമത്തെ പ്രവൃത്തി അനിഷ്ട വസ്തു ഒഴിവാക്കാനുള്ള പ്രവൃത്തി. രണ്ട് പ്രവൃത്തി ലോകത്തിലുള്ളൂ. ഒരു പ്രവൃത്തി ഇഷ്ടവസ്തു നേടാനുള്ളത്, മറ്റേ പ്രവൃത്തി അനിഷ്ട വസ്തുവിനെ ഒഴിവാക്കാനുള്ളത്. ഈ രണ്ട് പ്രവൃത്തിയുള്ളൂ. എല്ലാ പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ്. ഈ ഇഷ്ടാനിഷ്ടങ്ങൾ മാറിക്കഴിഞ്ഞാലോ പിന്നെ നമുക്ക് എല്ലാം സമമായി. അതാണ് ഇഷ്ടാനിഷ്ടേ സുട്ടി വ്യസനപരീതോ മായികത്താപബോധാൽ ജ്യോത്സ്നാഭി ത്വന്മഹേന്ദോർ അധിക ശരീരേന ആത്മനാ സഞ്ചരീയം. അവിടുത്തെ ആ കാരുണ്യം കൊണ്ട് ഇത്തരം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു സ്വരൂപം ഉണ്ടാവണമെങ്കിൽ ഈ ഇഷ്ടാനിഷ്ടങ്ങൾ ഒഴിവാക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? എനിക്ക് സാമ്പാർ മതി, എനിക്ക് ചട്നി മതി, എനിക്ക് പൊടി മതി, എനിക്കത് മതി, ഇത് മതി, എനിക്ക് അതില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ബുദ്ധിമുട്ടാവും. അതാണ് ഇഷ്ടാനിഷ്ടങ്ങൾ വളരെയാണ്. അപ്പോൾ ചില അമ്മമാർക്ക് അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റില്ല. ഒരാൾക്ക് ഇഡ്ഡലി, ഒരാൾക്ക് ദോശ, ഒരാൾക്ക് ഉപ്മാവ്, ഒരാൾക്ക് സാമ്പാർ, ഒരാൾക്ക് ഒരു പൊടി, ഒരാൾക്ക് ചട്നി, അത് ഇത് തന്നെ. അപ്പോൾ ഇത് പ്രധാന വിഷയമാണ് നടത്തുക. അവിടെ ഇഷ്ടാനിഷ്ടങ്ങൾ വളരെ ലൈക്കിങ് ആൻഡ് ഡിസ്ലൈക്കിങ് എന്ന് പറയില്ലേ, അത് പ്രധാന വിഷയമാണ്. അത് ആവുന്നത്ര ഒഴിവാക്കിയാൽ തുഷ്ടി വ്യസനങ്ങൾ ഒഴിവാക്കാം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറഞ്ഞത് രണ്ടാമത്തെ ഭക്തി. ആ ഉത്തമ ഭക്തി പറഞ്ഞു. ഈ രണ്ടാമതൊരു ഭക്തിയുണ്ട്. അതെന്താ ഭക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂതേഷു യേശു ത്വദൈക്യ സ്മൃതി സമധിഗതോ ന അധികാരോ. എനിക്ക് എല്ലാവരെയും സമമായിട്ട് കാണാൻ സാധിക്കുന്നില്ല, അല്ലേ? എല്ലാവരെയും സമമായിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെയാണ് പറയുന്നത് ഭക്തന്മാരോട് മൈത്രിഭാവം. നല്ല ആൾക്കാരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരോടൊരു മൈത്രിഭാവം. പിന്നെ ഈ എന്താ പറയുക, ദുരിതവും ദുഃഖവും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്, അംഗവൈകല്യരുണ്ട്, മാനസികവൈകല്യരുണ്ട്, അവരോടൊക്കെ കൃപ അത് ചെയ്യണം. പിന്നെ നമുക്ക് പിടിക്കാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് തോന്നുകയാണ് ഇവർ ശരിയല്ല, ഇവർ ചിന്ത ശരിയല്ല, അവരെ ഉപേക്ഷിക്കുക. ഇതാണ് രണ്ടാമത്തേത്. എന്താ? ഈ നല്ല ആൾക്കാരോട് നല്ല ബന്ധം. പിന്നെ കൃപ അറിയിക്കുന്നത്, ദയ അറിയിക്കുന്നത് ദയ. നമ്മുടെ മനസ്സിന് ചേരാത്തത് അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ളതായ അവസ്ഥ വന്ന് ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് സമാധാനമായിട്ട് കഴിയും, അല്ലേ? എനിക്ക് അയാളോട് വിരോധവും ഇല്ല, ഇഷ്ടമില്ല, എനിക്ക് അയാളുടെ കൂടെ കൊടുക്കാനാണ് കഴിഞ്ഞില്ലേ? ഇത് രണ്ടാമത്തെ ഭക്തിയാണ്. അത് അർച്ചായാമ സമർച്ച കുതുവം ഒരുതര ശ്രദ്ധയാവർദ്ധതാമേ സംസേവീതതാവി ധൃതപോലപതേ ഭക്തലോകത്തം. അപ്പോൾ വേണ്ട പോലെ ഇതിനൊക്കെ നല്ലതാണ് പൂജ ഉപാസനയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ളതായ ഇങ്ങനെയൊരു അവസ്ഥ വരാം. അപ്പോൾ രണ്ടാമത്തെ ഭക്തി. ഈ മൂന്നാമത്തെ ഭക്തി ഉണ്ട് കേട്ടോ. അത് വേറെ താമസ ഭക്തിയെ പറയുന്നില്ല അവിടെ. മൂന്നാമത്തെ ഭക്തി വേറെയുണ്ട്. ആ ഭക്തിയുടെ പേരാണ് പ്രഥമ പ്രതിമാ പൂജ. ഇതാണ് പറയുക. വിഗ്രഹത്തിന് മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് വിചാരിക്കുന്ന വിചാരം. അത്